2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ലാസ്റ്റ് വരുന്ന 8 മാർക്കിന്റെ ഒരു 6 ചോദ്യം കൂടി ഡിസ്കസ് ചെയ്യാനായിട്ട് ബാക്കിയുണ്ട്. ആ ചോദ്യം കൂടി നമുക്ക് ഇന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് കംപ്ലീറ്റ് ആക്കാം. ഇതിൽ 31ാമത്തെ ഒരു ചോദ്യം വരുന്നത് 2 ചോദ്യം ഉണ്ട്. 31ൽ 2 ചോദ്യം ഉണ്ട്. അതിൽ ചോദ്യം എ വരുന്നത് ഇങ്ങനെയാണ്: റൈറ്റ് എനി 3 പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. എന്തൊക്കെയാണ് 3 പ്രോപ്പർട്ടീസ്? ഒന്നാമത്തെ നമുക്കറിയാം, കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. എന്താണ് അതിന് കാരണം? അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്മോഡിറ്റിയുടെ അളവ് കുറയ്ക്കുമ്പോൾ അതിന്റെ യൂട്ടിലിറ്റി കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു കമ്മോഡിറ്റിന്റെ അളവ് വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ കർവ് എപ്പോഴും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. രണ്ടാമത്തത് എന്താണ്? കോൺവെക്സ് ടു ദി ഒറിജിൻ. എന്തുകൊണ്ടാണ് ഒറിജിനോട് കോൺവെക്സ് ആവുന്നത്? കാരണം ഇവിടെ പ്രവർത്തിക്കുന്നത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, MRS ആണ്. അതേപോലെ തന്നെ കർവ് നെവർ ഇന്റർസെക്റ്റ്. എന്താണ് അതിന് കാരണം? ഒരേ ബണ്ടിലിൽ നിന്നും ഉപഭോക്താവിന് ഒരേ സമയത്ത് വ്യത്യസ്തങ്ങളായ സന്തോഷ നിലകൾ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ കർവ് നെവർ ഇന്റർസെക്റ്റ്. ഇനി നാലാമത്തെ ഒരു പ്രോപ്പർട്ടി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ്? ഹയർ കർവ് ഇൻഡിക്കേറ്റ്സ് ഹയർ സാറ്റിസ്ഫാക്ഷൻ. ഏറ്റവും ഹയർ കർവ് ആയിരിക്കും ഏറ്റവും ഹയർ ലെവലിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. അപ്പൊ ഇവിടെ 3 പ്രോപ്പർട്ടീസ് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും പഠിച്ചിട്ട് വേണം പോവാനായിട്ട്. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുകയും വേണം. ഇനി അടുത്തൊരു ചോദ്യം വരുന്നത് ചോദ്യം ബി, അതായത് 31ൽ വരുന്ന ബി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എക്സ്പ്ലെയിൻ ദി ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഡയഗ്രാം. ഡയഗ്രാം വരച്ചിട്ട് വേണം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അതായത് ഒപ്റ്റിമൽ ചോയ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? കൺസ്യൂമറിന്റെ ബഡ്ജറ്റ് ലൈന് ഹയർ ഇൻഡിഫറൻസ് കർവിനെ ടാൻജന്റ് ചെയ്യുന്ന പോയിന്റിലാണ് ഈ ഒപ്റ്റിമൽ ചോയ്സ് എന്ന് പറയുന്നത്. അതായത് ബഡ്ജറ്റ് ലൈനിന്റെ കർവിനെ ടാൻജന്റ് ചെയ്യുന്ന ഹയർ ഇൻഡിഫറൻസ് കർവിനെ ടാൻജന്റ് ചെയ്യുന്ന പോയിന്റിലാണ് കൺസ്യൂമർ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ നേടുന്നത്. അവിടെ എന്തായിരിക്കും? MRS = പ്രൈസ് റേഷ്യോ ആയിരിക്കും. അപ്പൊ നിങ്ങളിത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഡയഗ്രാം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ആദ്യം ബഡ്ജറ്റ് ലൈന് കാണിക്കണം, അതേപോലെ തന്നെ ഇൻഡിഫറൻസ് കർവ് വരയ്ക്കണം. എവിടെയാണ് ബഡ്ജറ്റ് ലൈനിനെ ഇൻഡിഫറൻസ് കർവ് ടാൻജന്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത് വാട്ട് ഈസ് GDP? ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ നോമിനൽ GDP ആൻഡ് റിയൽ GDP. എന്താണ് GDP? GDP is the total monetary value of all final goods and services produced within countries' borders over a specific period, typically a year or quarter. അങ്ങനെയാണെങ്കിൽ എന്താണ് റിയൽ GDP? റിയൽ GDP എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ബേസ് ഇയറിലെ കോൺസ്റ്റന്റ് പ്രൈസിലാണ് കണക്കാക്കുക. അതായത് അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ യഥാർത്ഥ ഉൽപാദന വർധനവാണ് കാണിക്കുന്നത്. അതായത് ബേസ് ഇയറിലെ കോൺസ്റ്റന്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ബേസ് ഇയറിലെ കോൺസ്റ്റന്റ് പ്രൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ 2020 നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുക്കണമെന്ന് വിചാരിക്കാം. ആ സമയത്ത് 1 കിലോ അരിയുടെ വില 40 രൂപയാണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ 2026 GDP കണക്കാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേസ് ഇയറിലെ ആ കോൺസ്റ്റന്റ് പ്രൈസിൽ തന്നെയാണ് നമ്മൾ കണക്കാക്കുക. അതാണ് റിയൽ GDP എന്ന് പറയുന്നത്. ഇനി നോമിനൽ GDP എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നോമിനൽ GDP എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയറിലെ മാർക്കറ്റ് പ്രൈസിലാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ഇതാണ് റിയൽ GDP നോമിനൽ GDP തമ്മിലുള്ള വ്യത്യാസം. അതേപോലെ തന്നെ റിയൽ GDP കണക്കാക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഇൻറ്റു ബേസ് ഇയർ പ്രൈസ്. ഇനി നോമിനൽ GDP ആണെങ്കിൽ ക്വാണ്ടിറ്റി ഇൻറ്റു കറണ്ട് മാർക്കറ്റ് പ്രൈസ്. അതേപോലെ തന്നെ റിയൽ GDP കണക്കാക്കാനായിട്ടുള്ള ഒരു ഇൻഡയറക്റ്റ് ഫോർമുലയും കൂടി ഉണ്ട്. അതാണ് നോമിനൽ GDP ഡിവൈഡഡ് ബൈ GDP ഡിഫ്ലേറ്റർ ഇൻറ്റു 100. അങ്ങനെയാണെങ്കിൽ GDP ഡിഫ്ലേറ്റർ എന്താണ്? GDP ഡിഫ്ലേറ്റർ എന്ന് പറഞ്ഞാൽ നോമിനൽ GDPനെ റിയൽ GDP കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൈസ് ചേഞ്ച് ആണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. ഈ എല്ലാ പോയിന്റുകളും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. എന്താണ് GDP എന്നും എന്താണ് റിയൽ GDP എന്നും എന്താണ് നോമിനൽ GDP എന്നും GDP ഡിഫ്ലേറ്റർ എന്താണ് എന്നുള്ളതും ഒരു സിമ്പിൾ ആയിട്ടുള്ള കണക്കിന്റെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ കണക്കൂടെ ചേർക്കാം എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത്. അടുത്തൊരു ചോദ്യം: കൺട്രോൾ ഓഫ് ദി മണി സപ്ലൈ ഈസ് വൺ ഓഫ് ദി ഫംഗ്ഷൻ ഓഫ് സെൻട്രൽ ബാങ്ക്. മെൻഷൻ അതർ ഫംഗ്ഷൻസ്. ഏതൊക്കെയാണ് സെൻട്രൽ ബാങ്കിന്റെ അതർ ഫംഗ്ഷൻസ്? ഒന്ന് ഇഷ്യൂയിങ് കറൻസി, രണ്ടാമത്തത് ബാങ്കേഴ്സ് ബാങ്ക് ആണ്, ബാങ്കേഴ്സ് ടു ദി ഗവൺമെന്റ് ആണ്, കൺട്രോൾ ഓഫ് ക്രെഡിറ്റ് ആണ്, അതേപോലെ തന്നെ കൺട്രോൾ ഓഫ് കൗണ്ടർ ഫീറ്റിംഗ് ആണ്, റെഗുലേഷൻ ഓഫ് ബാങ്ക് ആണ്, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ മോണിറ്ററി പോളിസി ഇംപ്ലിമെന്റേഷൻ. ഇത്തരം ഫംഗ്ഷൻസ് ആണ് സെൻട്രൽ ബാങ്ക് ചെയ്യുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. അടുത്തൊരു ചോദ്യം: എക്സാമിൻ ദി വേരിയസ് ടൂൾസ് യൂസ്ഡ് ബൈ ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു കൺട്രോൾ മണി സപ്ലൈ ഇൻ ഇന്ത്യ. അതായത് ഇവിടെ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണി സപ്ലൈ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് RBI കൈക്കൊണ്ടിട്ടുള്ള മോണിറ്ററി പോളിസി ടൂൾസ് ഏതൊക്കെയാണെന്ന്. ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ടൂൾസ് ഉണ്ട്. ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസിൽ വരുന്നതാണ് CRR, SLR, ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, റെപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്. എന്താണ് CRR? അതായത് ക്യാഷ് റിസർവ് റേഷ്യോ. അതായത്
RBIയിൽ ബാങ്കുകൾ കമേഴ്സ്യൽ ബാങ്കുകൾ RBIയിൽ ഒരു നിശ്ചിത ശതമാനം തങ്ങളുടെ നിക്ഷേപത്തിൽ നിന്നും ക്യാഷ് ആയിട്ട് തന്നെ റിസർവ് ചെയ്യണമെന്ന് നിയമം മൂലം നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇതാണ് CRR എന്ന് പറയുന്നത്. ഇത് CRR വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് വായ്പ കൊടുക്കുന്നതിന്റെ അളവ് കുറയും, സ്വാഭാവികമായിട്ടും മണി സപ്ലൈ കുറയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ കറന്റ് CRR എന്ന് പറഞ്ഞാൽ 3% ആണ്. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ SLR എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അതായത് CRR പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, ക്യാഷ് ആയിട്ട് തന്നെ റിസർവ് ബാങ്കിൽ റിസർവ് ചെയ്യണമെന്നാണ്. പക്ഷെ SLR എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഗവൺമെന്റ് അപ്രൂവ്ഡ് സെക്യൂരിറ്റി ആയിട്ടോ ഗോൾഡ് ആയിട്ടോ ലിക്വിഡ് ആസ്തികളായിട്ട് ബാങ്കിൽ തന്നെ തങ്ങളുടെ നിക്ഷേപത്തിന്റെ ഒരു നിശ്ചിത ശതമാനം സൂക്ഷിച്ചു വെക്കണമെന്നാണ് നിയമം മൂലം നിർബന്ധമാക്കിയിട്ടുണ്ട്. അതാണ് SLR എന്ന് പറയുന്നത്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അപ്പൊ ഈ SLR എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ കറന്റ് SLR 18%. അപ്പൊ SLR വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ നിക്ഷേപത്തിൽ നിന്നും കൂടുതൽ ഈ ഗവൺമെന്റ് അപ്രൂവ്ഡ് സെക്യൂരിറ്റി ആയിട്ടും അതേപോലെ തന്നെ ഗോൾഡ് ആയിട്ടും സൂക്ഷിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ വായ്പ നൽകുന്നതിന്റെ അളവ് കുറയുകയും എന്താ ഉണ്ടാവുക, ബാങ്കുകൾക്ക് വായ്പ നൽകുന്നതിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വിപണിയിൽ മണി സപ്ലൈ കുറയും. അപ്പൊ ഇത് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് ഷോർട്ട് ടൈം ആയിട്ട് പണം ആവശ്യമുള്ള സമയത്ത് പണത്തിന് വേണ്ടിയിട്ട് RBIനെ സമീപിക്കും. RBI എന്താക്കും, ആ പണം കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് നൽകുമ്പോൾ കുറച്ച് പലിശ ഈടാക്കും. അതാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ കറന്റ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ 5.25% ആണ്. ഇനി റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് പണം അധികമുള്ള സമയത്ത് ആ പണം RBIയിൽ നിക്ഷേപിക്കാനായിട്ട് ചെല്ലും. ഈ സമയത്ത് RBI എന്തായിരിക്കും, കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് ഒരു പലിശ അങ്ങോട്ട് നൽകും. ഇതാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ കറന്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ 3.35% ആണ്. ഇനി ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ RBI കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് പണം കടം കൊടുക്കും. അപ്പൊ ഇതിന് ഈടാക്കുന്ന പലിശയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ബാങ്ക് റേറ്റ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവുക, വായ്പ കൊടുക്കുന്നതിന്റെ അളവ് കുറയും. അതുകൊണ്ട് തന്നെ ഇവിടെ വിപണിയിൽ മണി സപ്ലൈ കുറയുകയും ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ മാർക്കറ്റിൽ RBI ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് എന്ന് പറയുന്നത്. ഇനി ക്വാളിറ്റേറ്റീവ് ടൂൾസിൽ വരുന്നതാണ് എന്ത്, മോറൽ സ്വേഷൻ, സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾസ്, ക്രെഡിറ്റ് റേഷനിങ് എന്നിവ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാം.